ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോട്ടോമേറ്റർ ടൂൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഫോട്ടോമേറ്റർ ടൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇതൊരു ഫോട്ടോ എഡിറ്റിംഗ് ടൂളാണ്. സിമിലർ ടു ലൈറ്റ് റൂം പോലെ തന്നെയാണ്. ലൈറ്റ് റൂമിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എഡിറ്റിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലൈറ്റ് റൂമും ഫോട്ടോമേറ്റർ ടൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ അതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യം ഫോട്ടോമേറ്റർ ടൂള് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിലെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ ഇത് ഈ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ഫോട്ടോമേറ്റർ ടൂള് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഫോട്ടോമേറ്റർ ടൂൾ എന്ന് പറയുന്നത്. സോ ഫോട്ടോമേറ്റർ ടൂൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം ഫോട്ടോമേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് വരുന്നതാണ്. ഇത് പിക്സൽമേറ്റർ പ്രോയിൻ്റെ വെബ്സൈറ്റാണ്. നിങ്ങൾ സംശയിക്കേണ്ട, പിക്സൽമേറ്റർ പ്രോ തന്നെയാണ് ഫോട്ടോമേറ്ററിൻ്റെ ഓണേഴ്സും. പിക്സൽമേറ്റർ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഫോട്ടോമേറ്റർ 3.4 ആണ് ലേറ്റസ്റ്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു ബൈ ഓപ്ഷൻ കാണാൻ പറ്റും. സോ ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ റീഡയറക്റ്റ് ചെയ്തിട്ട് ആപ്പ് സ്റ്റോറിലേക്ക് എത്തിക്കുന്നതാണ്. സോ ഞാൻ ഓൾറെഡി ഇത് പർച്ചേസ് ചെയ്തേക്കുന്നത് കൊണ്ട് എനിക്കിവിടെ ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ട്രൈ നൗ എന്നല്ലെങ്കിൽ ഫ്രീ ട്രയൽ ഓപ്ഷൻ ആയിരിക്കും വരിക ആദ്യം തന്നെ. സോ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യം ഫ്രീ ട്രയൽ യൂസ് ചെയ്യാൻ പറ്റും ഫോർ 7 days. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ടിപ്പ് തരികയാണെങ്കിൽ ആദ്യം പിക്സൽമേറ്റർ പ്രോ ഡൗൺലോഡ് ചെയ്ത് അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോമേറ്റർ ടൂളിന് 30-40% സം ഓഫ് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ പിക്സൽമേറ്റർ പ്രോ ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പിക്സൽമേറ്റർ പ്രോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കാണിക്കും പർച്ചേസ് വിത്ത് എ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് അതേപോലെയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോമേറ്ററും പിക്സൽമേറ്ററും കൂടി ഒരൊറ്റ റേറ്റിൽ, അതായത് ഫോട്ടോമേറ്റർ മേടിക്കുന്ന അതേ റേറ്റിൽ തന്നെ ഫോട്ടോമേറ്ററും പിക്സൽമേറ്റർ പ്രോയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സോ ഇനി നമ്മൾ തിരിച്ച് ഫോട്ടോമേറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഫോട്ടോമേറ്റർ ടൂള്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ലൈബ്രറിയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ടോപ്പിൽ തന്നെ 2 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് ഫോട്ടോസ്, ഒന്ന് ഫയൽസ്. ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ ഫോട്ടോസിലുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് നമ്മുടെ ആപ്പിൾ ഫോട്ടോസിൽ വരുന്ന എല്ലാ ഫോട്ടോസുകളും ഇതിൽ ഡിസ്പ്ലേ ആവും. എനിക്കിപ്പോൾ ഞാൻ സിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഫോട്ടോസുകൾ, ഞാനിത് ഇമ്പോർട്ട് ചെയ്ത ഫോട്ടോസുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും റീസെൻ്റ് ഓപ്ഷൻ ഉണ്ട്, ഫേവറേറ്റ്സ് ഉണ്ട്, എഡിറ്റഡ് ഫോട്ടോസ്, പിന്നെ നമ്മളുടെ കളക്ഷൻസ്. അതായത് സോ നമ്മൾ ക്ലൗഡിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ഷെയർഡ് ആൽബംസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ ആക്സസിബിൾ ആയിട്ട് കിട്ടും. അതുപോലെ യൂട്ടിലിറ്റീസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലാഗ്ഡ്, റിജക്റ്റ്, സ്റ്റാർസ്, ഇമ്പോർട്ട്സ്, ഹിഡൻ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. പിന്നെ മീഡിയ ടൈപ്പിനകത്ത് സോ നമ്മൾ ആപ്പിൾ ഫോട്ടോസിൽ കാണുന്ന എക്സാക്ട് സെയിം ഓപ്ഷൻസുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ യൂട്ടിലിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ, നിങ്ങൾ യൂഷ്വലി ലൈറ്റ് റൂം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ഈ സ്റ്റാർ ഓപ്ഷൻസൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫോട്ടോസ് മൊത്തം നമ്മൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസ് മൊത്തം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഫോട്ടോസിനെ ഫ്ലാഗ് ചെയ്യാം. നമുക്ക് വേണ്ട ഫോട്ടോസുകൾ, എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോസിന് റേറ്റിംഗ് അനുസരിച്ച് നമുക്ക് റേറ്റിംഗ് സ്റ്റാർസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് അത് മാത്രം ആദ്യം എഡിറ്റ് ചെയ്യാനും ഫിൽട്ടർ ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള ഈസി ആയിരിക്കും കുറച്ചുകൂടി. സോ ഇവിടെ ഞാൻ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നതിൻ്റെ ബേസിസിൽ ഫോട്ടോസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇമ്പോർട്ട് ചെയ്ത ഫോട്ടോസ് എന്ന് പറയുന്നത് 14 ആണ്. ഞാനിവിടെ 3 സ്റ്റാർ കൊടുത്തിരിക്കുന്ന 6 ഫോട്ടോയും 2 സ്റ്റാർ കൊടുത്തിരിക്കുന്ന 8 ഫോട്ടോയും ഉണ്ട്. ഇനി നമ്മൾ തിരിച്ച് ഓൾ ഫോട്ടോസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ മുകളിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, സോ ഇത് തംബ്നെയിൽ കവറായിട്ടും അല്ലാതെയും നോർമൽ ഫുൾ ഫോട്ടോയും പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ കവേർഡായിട്ടും കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു തംബ്നെയിലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ബാർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇമ്പോർട്ട് ഓപ്ഷനാണ്. പിന്നെ നമുക്കിവിടെ എഡിറ്റ് ഫോട്ടോസിനകത്ത് ഡ്രോപ്പ് ഡൗൺ ഇപ്പോൾ ഡിസേബിൾഡ് ആണ്. ഇപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ക്വിക്ക് എഡിറ്റ്, അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കോപ്പി ചെയ്തിട്ട് വേറൊരു ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ക്വിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. പിന്നെ അതുപോലെ ഓട്ടോ ക്രോപ്പ്, റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാം, റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് റൈറ്റ്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എഡിറ്റ് ഓപ്ഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോ നമുക്ക്
ഫേവറേറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫേവറേറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് നമുക്കിവിടെ ഫേവറേറ്റ്സിനകത്ത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലാഗ് ഓപ്ഷൻസുകളാണുള്ളത്. പിന്നെ ഇവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസിനെ ഈ ഒരു ഫിൽട്ടർ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്ലാഗ്സിൻ്റെ ബേസിസിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സോ അടുത്ത് നമുക്കൊരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ടൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ എഡിറ്റ് ഫോട്ടോയിൽ ചെന്ന് ഓപ്പൺ എഡിറ്റ് ടൂൾസ്, അതല്ലെങ്കിൽ ടൂൾസിനകത്ത് പോയിട്ട് ഓപ്പൺ എഡിറ്റ് ടൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എഡിറ്റർ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്കൊരു ഫോട്ടോ എഡിറ്റർ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻസുകളുണ്ട്. ഒന്ന് ഫോട്ടോനെ, ഇത് ഓൾറെഡി എഡിറ്റ് ചെയ്ത ഫോട്ടോ ആയതുകൊണ്ട് അതിനെ റിവേർട്ട് ചെയ്യാൻ, ഒറിജിനിലേക്ക് റിവേർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോട്ടോൻ്റെ സൂം അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോൻ്റെ ഫയൽ ഡീറ്റെയിൽസുകൾ, എത്ര റേറ്റിംഗ് ഉള്ള ഫോട്ടോ ആണ്, കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു ML എന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു പാച്ച് ടൂളുണ്ട്. പിന്നെ ഒരു ക്ലോൺ ടൂളുണ്ട്. ക്രോപ്പിംഗ് ടൂളുണ്ട്. പിന്നെ ഒരു കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ വരുന്നു. പിന്നെ ഒരു HDR എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 3 ഡോട്ട്സ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ മാച്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളും, റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാം, നോയ്സ് റിഡക്ഷൻ ചെയ്യാം, പിന്നെ അതുപോലെ എയർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ, ഷെയർ ചെയ്യണമെങ്കിലൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഫോട്ടോനെ എക്സ്പോർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. കോപ്പി അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പേസ്റ്റ് ചെയ്യാൻ, അതായത് ഈ സ്റ്റൈല് വേറൊരു ഫോട്ടോയ്ക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി ആൻഡ് പേസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഫോട്ടോനെ ഓട്ടോ ക്രോപ്പ് ചെയ്ത് സ്ക്വയർ ഷേപ്പ് ആക്കാനും റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളും ബേസിക് ആയിട്ടുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കാണുന്നത്. സോ ഇവിടെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോൻ്റെ ഒറിജിനലും ഇപ്പോൾ എഡിറ്റ് ചെയ്ത വേർഷനും കമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇതായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ആൻഡ് ദിസ് ഈസ് ദ എഡിറ്റഡ് വേർഷൻ. ഇതാണ് അതിൻ്റെ എഡിറ്റഡ് വേർഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ സെറ്റിംഗ്സ് ഐക്കണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ എഡിറ്റിംഗ് ടൂൾസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബേസിക്കലി വരുന്ന ടൂൾസുകൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാലൻസ്, ബേസിക് ആയിട്ടുള്ള കളർ കറക്ഷനുകൾ, പിന്നെ നമുക്ക് ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യാം സെലക്റ്റീവായിട്ട്, പിന്നെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, കളർ ഗ്രേഡിങ്, കളർ ബാലൻസിങ്, ലെവൽസ്, കേഴ്സ് എന്ന് വേണ്ട നമുക്ക് ലൈറ്റ് റൂമിൽ കാണുന്ന എക്സാക്ട് സെയിം ഓപ്ഷനുകൾ തന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ലട്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും നമ്മൾ കൊടുക്കുന്ന എഫക്റ്റുകളുടെ. ഇനി ഇവിടെ ടോപ്പിലൊരു ഡ്രോപ്പ് ഡൗൺ കാണാൻ സാധിക്കും. ഇതാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. ലെയേഴ്സ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നമുക്ക് പുതിയൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഫോട്ടോയിൽ ഓൾറെഡി 4 ലെയേഴ്സാണുള്ളത്. ഒന്നൊരു ലീനിയർ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ളൊരു മാസ്ക്, പിന്നെ ഒരു സബ്ജക്റ്റ് മാസ്ക്, പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാസ്ക്, പിന്നെ ഒരു റോ ലെയറാണ് മൊത്തത്തിലുള്ളത്. ഇനി നമുക്കൊരു പുതിയ മാസ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടൊരു പുതിയ മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇനി നമ്മളിവിടെ എന്ത് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും അത് നമുക്കിവിടെ ലെവൽസിൻ്റെ തന്നെ ഒരു ഗ്രാഫ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ താഴെ പോയിട്ട് ഓരോ തവണ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്വിക്കായിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇത് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ഫിൽറ്ററുകൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ്, അതായത് പെട്ടെന്ന് ഈ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫിൽറ്ററുകൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ടൂൾസുകളെക്കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാം. അതുപോലെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ മാസ്കിങ്ങിനെ പറ്റിയും കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും എങ്ങനെ ചെയ്യാം എന്നുള്ളതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ കഴിയുന്നത്ര മാക്സിമം നെക്സ്റ്റ് വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.